1984 സ്ഥാപിതമായ നവ്യ ബേക്ക് ഷോപ്പിന്റെ 49ാം ഷോറൂം ഇതാ കോതമംഗലത്തും എത്തിയിരിക്കുന്നു. പ്രകൃതിദത്തമായ രുചി വൈവിധ്യങ്ങളുമായി വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കുവാൻ ഇനി നവ്യയിലേക്ക് പോന്നോളൂ. കോതമംഗലം പള്ളിത്താഴത്ത് പ്രവർത്തനം ആരംഭിച്ച നവ്യ ബേക്ക് ഷോപ്പിന്റെ പുതിയ ഔട്ട്ലെറ്റ് ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിദത്തമായ രുചി വൈവിധ്യങ്ങളുമായി നവ്യ ബേക്ക് ഷോപ്പിന്റെ 49ാമത്തെ ഔട്ട്ലെറ്റ് കോതമംഗലത്തും എത്തിയിരിക്കുന്നു. കൃത്രിമ നിറമോ ഫ്ലേവറുകളോ ഇല്ലാതെ പ്രകൃതിദത്ത ചേരുവകൾ ഉപയോഗിച്ച് മാത്രം നിർമ്മിക്കുന്ന പലഹാരങ്ങൾ, കസ്റ്റമൈസ്ഡ് കേക്കുകൾ, അച്ചാറുകൾ, കുക്കീസ്, ചക്ക കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ, പ്രകൃതിദത്ത ഫലങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ജാമുകളും സ്ക്വാഷുകളും. സ്വന്തം ഫാമിൽ നിന്നുള്ള പാലും പാലുൽപ്പന്നങ്ങളും തുടങ്ങി നിരവധി ഐറ്റംസ് നവ്യയിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി വികാരി റവറന്റ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. നവ്യ ബേക്ക് ഹൌസിന്റെ കോതമംഗലം ഔട്ട്ലെറ്റ് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. നവ്യയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 40 വർഷക്കാലത്തെ ഒരു ചരിത്രം, ഈ ഒരു വളർച്ചയിൽ നവ്യ ബേക്ക് ഷോപ്പ് എത്തിയ ആ ഒരു ചരിത്രം, അതെല്ലാം വളരെ വിശദമായി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു സംരംഭത്തിന്റെയും വിജയത്തിന് പിന്നിലുള്ള പ്രധാന ഘടകം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ 4 പതിറ്റാണ്ടിലേറെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ ഒരു സംരംഭം എറണാകുളം, തൃശൂർ ജില്ലകളിൽ മാത്രമായി കോതമംഗലത്ത് 49ാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇന്ന് ഈ ചെറിയപള്ളി താഴത്ത് ദേശീയപാതയുടെ ഓരത്തായി വളരെ സൗകര്യപ്രദമായ നിലയിൽ ഇന്നു മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംരംഭം തുടങ്ങി അത് പടിപടിയായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഇവിടെ ആദ്യം സൂചിപ്പിച്ചു 1000-ലേറെ ജീവനക്കാര് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ സംരംഭം ഇന്ന് മുന്നോട്ട് പോകുന്നത്. കോതമംഗലത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്നെത്താൻ കഴിയുന്ന ഒരു പ്രദേശത്ത്, അതോടൊപ്പം തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സംരംഭം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യ വിൽപ്പന കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി ബിൽഡിംഗ് ഓണർ ജോയ് നവരത്നയ്ക്ക് നൽകി നിർവഹിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിലായി 48 ഔട്ട്ലെറ്റുകളുള്ള നവ്യയിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുന്നതെന്ന് നവ്യ ഗ്രൂപ്പ് MD ബിജു ജോസഫ് ചക്കിയത്ത് പറഞ്ഞു. നവ്യ ബേക്കറി 84 കറുകുറ്റിയിൽ ആരംഭിച്ചതാണ്. ഇന്ന് ഈ കോതമംഗലം ടൗണിൽ, അതായത് ചെറിയ പള്ളിക്കും വലിയ പള്ളിക്കും സെന്റ് ജോർജ് ബസിലിക്കയും സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയായ കോതമംഗലത്ത് 2ാമത്തെ ഔട്ട്ലെറ്റാണ് ഇന്നിവിടെ ആരംഭിക്കുക. നമ്മുടെ നങ്ങേലിപ്പടിയിൽ നമ്മൾ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങി. തീർച്ചയായിട്ടും കോതമംഗലത്തുള്ള നിവാസികളുടെ വലിയ സപ്പോർട്ട് നവ്യയ്ക്കുണ്ട്. നവ്യ എപ്പോഴും ക്വാളിറ്റിയിൽ മാത്രമല്ല ഹൈജീനും 100% ശ്രദ്ധിച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്നും നവ്യ ശ്രദ്ധിക്കുന്നത് നല്ല ഭക്ഷണം ജനങ്ങളിൽ എത്തിക്കുക, അടുത്ത ഒരു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്.
നവ്യയുടെ ലക്ഷ്യം. തീർച്ചയായിട്ടും കോതമംഗലത്തെ എല്ലാവർക്കും നവ്യയുടെ സ്നേഹം, നവ്യ കുടുംബത്തിൻ്റെ സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ആവിയിൽ വേവിക്കുന്ന ഭക്ഷണങ്ങളും ചക്ക കൊണ്ടുള്ള പലതരം വിഭവങ്ങളും ഒരുക്കി ചക്ക അട, ചക്ക ഹൽവ, ചക്ക കേക്ക്, കുക്കീസ് ഇതെല്ലാം ആദ്യമായി വിപണിയിലിറക്കിയത് നവ്യ ബേക്കറിയാണ്. പുതുമയാർന്ന രുചിക്കൂട്ടുകൾ കണ്ടെത്താനും അത് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും മുൻകൈയെടുക്കുന്നത് ഡയറക്ടറും ബിജു ജോസഫിന്റെ പത്നിയുമായ ജിജി ബിജുവാണ്. ബേക്കറിയിലെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പാല് അത്യാവശ്യമാണ്. മായമില്ലാത്ത പാൽ ലഭിക്കുന്നതിനായി സ്വന്തം ഫാമിൽ നിന്ന് തന്നെയാണ് ഇത് ലഭ്യമാക്കുന്നത്. 300ഓളം പശുക്കളുള്ള ഫാമിൽ നിന്നും നവ്യയുടെ എല്ലാ ഷോപ്പുകളിൽ കൂടിയും പാല് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. കൃത്രിമ നിറങ്ങളോ ഫ്ലേവറുകളോ ചേർക്കാതെ പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം കൊണ്ട് നിർമ്മിക്കുന്ന പലഹാരങ്ങൾ ആദ്യമായി കേരളത്തിൽ പരിചയപ്പെടുത്തിയതും നവ്യ ബേക്കറിയാണ്. പ്രകൃതിദത്ത ഫലങ്ങൾ ഉപയോഗിച്ച് വിവിധ ജാമുകളും സ്ക്വാഷുകളും നവ്യ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വാക്വം ടെക്നോളജി ഉപയോഗിച്ച് പഴങ്ങളുടെ തനതായ നിറവും മണവും നഷ്ടപ്പെടാതെയാണ് ഉണ്ടാക്കുന്നത്. ശരീര ഊഷ്മാവിൽ അലിയുന്ന ഫാറ്റും പാസ്ചറൈസ് ചെയ്ത യൂറോപ്യൻ സ്റ്റാൻഡേർഡിലുള്ള ലിക്വിഡ് എഗ്ഗുമാണ് ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നത്. വളരെ വൃത്തിയോടെ ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള 5 സ്റ്റാർ റേറ്റിംഗ് കേരളത്തിൽ ആദ്യമായി ലഭിക്കുന്നതും നവ്യ ബേക്കറിക്കാണ്. മികച്ച ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് 2 തവണ ബിജു ജോസഫ് നേടിയിട്ടുണ്ട്. മികച്ച ചക്ക സംരംഭകനുള്ള അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. യൂറോപ്പ്, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത യന്ത്ര സാമഗ്രികളാണ് നവ്യ ഉപയോഗിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ പാക്കിങ്ങിന് ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. US, യൂറോപ്പ്, അയർലൻഡ്, ന്യൂസിലാൻഡ്, കാനഡ, UAE, ഓസ്ട്രേലിയ എന്നിങ്ങനെ വിവിധ വിദേശ രാജ്യങ്ങളിലേക്കും നവ്യയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഗുണമേന്മയിൽ മാത്രമല്ല രുചിയിലും നവ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. 1984 ബിജു ജോസഫിന്റെ പിതാവായ CV ഔസേപ്പ് അങ്കമാലി കറുകുറ്റിയിലാണ് നവ്യയുടെ ആദ്യ സംരംഭം ആരംഭിക്കുന്നത്. ആത്മവിശ്വാസവും കഠിനാധ്വാനവും ആത്മാർത്ഥതയും ചേർന്നപ്പോൾ 49 ശിഖരങ്ങളുള്ള ഒരു വൻ വൃക്ഷമായി നവ്യ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞു. കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് പ്രവർത്തനം ആരംഭിച്ച നവ്യയുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കോതമംഗലം മാർത്ത മറിയം കത്തീഡ്രൽ വലിയ പള്ളി വികാരി ഫാദർ ബേബി മംഗലത്ത്, കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് തച്ചേത്തുകുടി, മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, പ്രതിപക്ഷ നേതാവ് AG ജോർജ്, വാർഡ് കൌൺസിലർ റിൻസ് റോയ്, KVVES അങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് മോട്ടി ജോസ്, നവ്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് ചക്കിയത്ത്, നവ്യ ഗ്രൂപ്പ് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ റിഷിൽ രാജൻ, ആന്റണി, ജോയ്, പോളി, നവ്യ ഗ്രൂപ്പിന്റെ മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഹോം ഡെലിവറി സർവീസും നവ്യയിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.